Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള ലഞ്ച് മെനു അല്ല. എനിക്ക് കുറച്ച് ഫ്രഷ് സ്ക്വിഡ് അല്ലെങ്കിൽ കൂന്തൽ അല്ലെങ്കിൽ കനവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്രൈ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ക്വിഡിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് പാലിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് സ്ക്വിഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ക്വിഡ് ഇങ്ങനെ വട്ടത്തിൽ റിങ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പാലിലേക്ക് ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ആ പാലൊക്കെ കളഞ്ഞ് അരിപ്പയിൽ കുറച്ച് നേരം വെച്ചിട്ട് എടുത്തതാണ് ഈ സ്ക്വിഡിന്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കാം. ഇതിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ മൈദ, കോൺഫ്ലവർ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, കശ്മീരി മുളക് പൊടി, ഗരം മസാല ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ സ്ക്വിഡിൻ്റെ പീസസ് ഇതിലിട്ടൊന്ന് കോട്ട് ചെയ്യാം. അപ്പോൾ സ്ക്വിഡിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒരു നാപ്കിനിട്ട് തുടച്ചിട്ട് വേണമെങ്കിൽ എടുത്തോളൂ. അധികം വെറ്റാണെങ്കിൽ മൈദ മാവ് പോലെയാവും, പിന്നെ അത് കോട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഈർപ്പം കുറവായിട്ട് എടുത്ത് ഇങ്ങനെ മൈദയിൽ ഈ മിക്സ്ചറിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. അരിപ്പയുടെ അടിയിൽ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം കുറച്ച് നേരത്തേക്ക്. അതിനുള്ളിൽ നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയോ സാധാരണ കുക്കിംഗ് ഓയിലോ ചൂടാക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. എന്നിട്ട് ഒരു പീസ് ഇട്ട് നോക്കുക. ഇങ്ങനെ ചെറുതായിട്ട് ബബിൾ ചെയ്യണ കാണാൻ തുടങ്ങിയാൽ നമുക്ക് ബാക്കിയും ചേർക്കാം. സ്ക്വിഡിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് അധികം നേരമായിട്ട് വറക്കരുത്. കളറൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റാം. ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാവും, പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ഒരു ഏകദേശം ഒരു മിനിറ്റ് നേരം ആകുമ്പോഴേക്കും ഇത് കുക്കായി കിട്ടും. കളറൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ നമുക്കിത് ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വിഡ് ഫ്രൈ റെഡിയാണ്. ഇത് നമുക്ക് മേയോനൈസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ ഒരു ലൈം ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് കഴിച്ചാലും വളരെ ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ.